പ്രിയരെ നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വീട്ടിലേക്ക് മാറുന്നത് കേവലം സ്ഥലം മാത്രമല്ല, അത് വ്യക്തിഗത, കുടുംബ, സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്, അല്ലേ? ഈ മാറ്റങ്ങളിലെ നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ആദ്യം പറയാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ആദ്യം പോസിറ്റീവായവ പറയാം. പുതിയ അന്തരീക്ഷം ജീവിതത്തിലെ വിരസത മാറാനും പോസിറ്റീവ് മനോഭാവം വളർത്താനും സഹായിക്കും. മെച്ചപ്പെട്ട സൗകര്യങ്ങളും ശാന്തമായ ചുറ്റുവട്ടവും ലഭിക്കുന്നത് നല്ല ഉറക്കം, ആരോഗ്യപരമായ ശീലങ്ങൾ, മികച്ച ദിനചര്യ എന്നിവയ്ക്ക് വഴിയൊരുക്കും. കൂടുതൽ സൗകര്യമുള്ള വീടാണെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് സ്വന്തമായി സ്വകാര്യത ലഭിക്കുന്നതോടൊപ്പം ഒരുമിച്ച് സമയം ചെലവഴിക്കാനും കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. അതുപോലെ പുതിയ അയൽക്കാരും കമ്മ്യൂണിറ്റിയുമായി ഇടപഴകുന്നത് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും കാഴ്ചപ്പാടുകൾ വിശാലമാക്കാനും സഹായിക്കും. സ്വന്തം വീടോ വാടക വീടോ ആകട്ടെ, പുതിയ അന്തരീക്ഷം സാമ്പത്തിക കാര്യത്തിലും വീട്ടു ചുമതലകളിലും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കും. നല്ല പോസിറ്റീവ് വാസ്തുഘടനയാണെങ്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി പറയാം. ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ മുന്നേറ്റം, കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി, ബന്ധങ്ങൾ മെച്ചപ്പെടുക, അതുപോലെ ദാമ്പത്യ ജീവിതത്തിന് പുതിയ ഉണർവ് ലഭിക്കുക എന്നിങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇനി മോശം വാസ്തുഘടനയുള്ള ഭവനത്തിലാണെങ്കിലോ, അതുകൂടി പറയാം. ചില വീടുകളിൽ ചെന്ന് താമസിച്ചു തുടങ്ങുമ്പോൾ തന്നെ അനാവശ്യമായ മാനസിക അസ്വസ്ഥതകൾ, അനാവശ്യമായ തടസ്സങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ, കുടുംബാംഗങ്ങൾക്ക് വിട്ടുമാറാത്ത അസുഖങ്ങളോ ഉറക്കമില്ലായ്മയോ, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യക്കുറവ്, ജോലിയിൽ പ്രമോഷൻ തടസ്സപ്പെടുക, ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ തകർച്ച എന്നിവയെല്ലാം അനുഭവപ്പെടാൻ തുടങ്ങും. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്ന് പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യത്തിനാണ് നാം ഉത്തരം തേടുന്നത്. ഫ്ലാറ്റുകൾക്കും വാസ്തു നോക്കണോ? ചിലർ പറയും, ഫ്ലാറ്റാണല്ലോ, അതിന് വാസ്തു ബാധകമല്ല. മറ്റു ചിലർ പറയും, വാസ്തു ശരിയല്ല എങ്കിൽ വില്ലയായാലും ഫ്ലാറ്റായാലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ഇതിൽ ഏതാണ് സത്യം? ഈ വീഡിയോയിൽ നാം മനസ്സിലാക്കുന്ന വിഷയം ഫ്ലാറ്റുകൾക്ക് വാസ്തു എത്രത്തോളം ബാധകമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ആധുനിക ഫ്ലാറ്റുകളിൽ ഒഴിവാക്കേണ്ട പ്രധാന വാസ്തു തെറ്റുകൾ, ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്നിവയെ പറ്റിയാണ്. അതിനാൽ വീഡിയോ മുഴുവനും കാണുക. വാസ്തുശാസ്ത്രം ഭൂമിയുടെയും ദിശകളുടെയും പ്രകൃതി ശക്തികളുടെയും സമന്വയമാണ്. ഒരു ഫ്ലാറ്റ് സ്വതന്ത്ര വീട് അല്ലെങ്കിലും അവിടെ താമസിക്കുന്ന കുടുംബത്തിന് ലഭിക്കുന്ന സൂര്യപ്രകാശം, വായുസഞ്ചാരം, ദിശ, ഊർജപ്രവാഹം ഇവയെല്ലാം വാസ്തുവിൻ്റെ വരുതിയിൽ വരുന്നവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റുകൾക്കും വാസ്തു പ്രസക്തമാണ്. പക്ഷേ ഫ്ലാറ്റിൽ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ ഉണ്ടാകില്ല. ഇവിടെയാണ് ഇടിക്കാതെയും മാറ്റങ്ങൾ വരുത്താതെയുമുള്ള വാസ്തു നിയമങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ. എന്നാൽ അതിൽ ഫെങ്ഷുയിൽ പറയുന്ന ഐറ്റങ്ങൾ വാങ്ങിവെച്ചിട്ടല്ല, അതിൽ ഫലങ്ങളൊന്നും തരില്ല എന്ന് അനുഭവസ്ഥർ മനസ്സിലാക്കി കാണും. അതവിടെ നിൽക്കട്ടെ. ആദ്യം മറ്റുള്ളവർ അവരുടെ യുക്തിപൂർവം ഉണ്ടാക്കിയ ഫ്ലാറ്റുകളും വില്ലകളും വാങ്ങുമ്പോഴും പഴയ വീടുകളും വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം വില്ലയും ഫ്ലാറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വില്ലയിൽ ഭൂമി നിങ്ങളുടേതാണ്. ചുറ്റുമുള്ള സ്ഥലവും വെള്ളം, സെപ്റ്റിക് ടാങ്ക്, തോട്ടം, ഗേറ്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രമീകരിക്കാനാകും. ഫ്ലാറ്റിൽ മുഴുവനും കെട്ടിടങ്ങളും ഒരുമിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ മുമ്പ് പറഞ്ഞ പോലെയുള്ള മാറ്റങ്ങൾ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് വില്ലയേക്കാളും വാസ്തുവിൻ്റെ പ്രാധാന്യം കൂടുതൽ ഫ്ലാറ്റിനാണ്. അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന യൂണിറ്റിൻ്റെ ദിശയും ഉൾവിന്യാസങ്ങളും തീർച്ചയായും നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം.
ഭവനത്തിൽ വാസ്തുവിനെ സംബന്ധിച്ച് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രധാന വാതിലാണ്. പദങ്ങൾ തിരിക്കുമ്പോൾ അല്പമെങ്കിലും തെറ്റ് സംഭവിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ദിശകളാണ് പടിഞ്ഞാറ് ദിശയും തെക്ക് ദിശയും. ഈ ഭയം കാരണമാണ് കൂടുതൽ പേരും തെക്ക് ദിശയെയും പടിഞ്ഞാറ് ദിശയെയും തിരഞ്ഞെടുക്കാൻ പേടിക്കുന്നത്. പക്ഷേ വാതിൽ പദങ്ങൾ ശരിയായാൽ ഏറ്റവും കൂടുതൽ ഫലം നൽകുന്ന ദിശകളാണ് തെക്കും പടിഞ്ഞാറും ദിശകൾ. വടക്ക് ദിശയും കിഴക്ക് ദിശയും അഥവാ വാതിലിൻ്റെ പദം അല്പം മാറ്റങ്ങൾ വന്നാലും കൂടുതൽ വിനകൾ ഉണ്ടാകുന്നതല്ല. അതിനാൽ ഫ്ലാറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാന വാതിൽ വടക്ക് ദിശയും കിഴക്ക് ദിശയും തിരഞ്ഞെടുക്കുന്നതാണ് അഭികാമ്യം. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഈശാന്യ അഥവാ വടക്ക് കിഴക്ക് ദിശ. ദേവസ്ഥാനമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. ഈശാനയിൽ അനുവദനീയമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഇവിടെ പൂജാമുറി, ചെറിയ കുട്ടികളുടെ പഠനമുറി, ലിവിംഗ് റൂം എന്നിവയ്ക്ക് അനുയോജ്യമാണ്. അതുപോലെ ഭാരതീയ സംസ്കാരപ്രകാരം അതിഥികൾക്ക് ഭഗവാന്റെ സ്ഥാനമാണ് നൽകുന്നത്. അതുകൊണ്ട് ഈശാനയിൽ അതിഥികൾക്കുള്ള മുറിയായും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിടെ പാടില്ലാത്തത് എന്തൊക്കെയെന്ന് പറയാം. മാസ്റ്റർ ബെഡ്റൂം പാടില്ല, അടുക്കള പാടില്ല, ടോയ്ലറ്റ്, സ്റ്റോർ റൂം ഇവയൊന്നും പാടില്ല. അതുപോലെ ഭാരമുള്ള അലമാര, അതുപോലെ ഡസ്റ്റ്ബിൻ, പുസ്തകങ്ങൾ ഇവയൊന്നും ഇവിടെ വയ്ക്കാൻ പാടില്ല. അടുത്തത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അടുക്കള. അടുക്കളയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ദിശയാണ് ആഗ്നേയ അഥവാ തെക്ക് കിഴക്ക് ദിശ. അത് ലഭിക്കുന്നില്ല എങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശ തിരഞ്ഞെടുക്കാം. ഇവിടുത്തെ തത്വം വായുവാണ്. വായു അഗ്നിക്ക് സഹായിയാണ്. അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറ് ദിശയിലെ അടുക്കളയും നല്ലതാണ്. വടക്ക് പടിഞ്ഞാറ് ദിശയിലെ അടുക്കളയിൽ പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യണം. തെക്ക് കിഴക്ക് ദിശയിലുള്ള അടുക്കളയിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യണം. ഇനി മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എന്നത് ഭവനത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി എന്ന ഉദ്ദേശമല്ല. പലരും ഇതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഭവനത്തിലെ കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം ആർക്കാണ് അവരാണ് മാസ്റ്റർ. അവർക്കുള്ള ബെഡ്റൂം ആയിരിക്കണം മാസ്റ്റർ ബെഡ്റൂം. അത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം എന്തുകൊണ്ട് എന്നതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവിടെ കിടക്കുന്ന ഗൃഹനാഥന് അവരുടെ സ്കിൽ പൂർണ്ണമായും ഉപയോഗിക്കാനും മനസ്സിനുറപ്പും ധൈര്യവും ലഭിക്കുന്നു. അടുത്തത് പൂജാമുറി. പൂജാമുറിയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു. ഈശാനയാണ് പൂജാമുറിക്ക് ഏറ്റവും ഉചിതം. അവിടെ ഏത് ദേവതയെയും വെച്ച് ആരാധിക്കാവുന്നതാണ്. ഓരോ ദിശയ്ക്കും ഓരോ ദേവതകൾ അങ്ങനെയില്ല. എന്നാലും ദിശയുടെ സ്വഭാവം അനുസരിച്ചും ദേവന്മാരുടെ ഗുണങ്ങൾ നോക്കിയും ദേവതകളെ വെച്ച് ആരാധിക്കുന്നത് വളരെ പ്രയോജനം നൽകും. ഇതിനെപ്പറ്റിയും മുമ്പ് പറഞ്ഞിരുന്നു. ഫ്ലാറ്റുകളിൽ പൂജയ്ക്കായി സെറ്റ് ചെയ്യുമ്പോൾ വശങ്ങളിലും മുകളിലും താഴെയും ടോയ്ലറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ടോയ്ലറ്റ്. വാസ്തുശാസ്ത്ര പ്രകാരം 10 ദിശകളിൽ ടോയ്ലറ്റ് വയ്ക്കാൻ പറ്റുന്ന ദിശയാണ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ്, അതായത് കിഴക്കിനും തെക്ക് കിഴക്കിനും ഇടയിലുള്ള ദിശ. രണ്ടാമത്തേതാണ് സൗത്ത് തെക്കിനും തെക്ക് പടിഞ്ഞാറിനും ഇടയിലുള്ള ദിശ. മൂന്നാമത്തെ സ്ഥാനമാണ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ്, അതായത് പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനും ഇടയിലുള്ള ദിശ. ബാക്കി എല്ലാ ദിശകളിലും മോശം പ്രഭാവങ്ങൾ നൽകുന്നതാണ്. മുമ്പ് വീഡിയോകളിൽ പറഞ്ഞതിനാൽ ഓരോന്നോരോന്നായി പറയുന്നില്ല. ഫ്ലാറ്റ് വാങ്ങുമ്പോൾ വടക്ക് കിഴക്ക് ദിശയിലും തെക്ക് കിഴക്ക് ദിശയിലും തെക്ക് പടിഞ്ഞാറ് ദിശയിലും വടക്ക് ദിശയിലും ടോയ്ലറ്റ് ഇല്ലാത്ത വീട് തിരഞ്ഞെടുക്കുക. കാരണം സാമ്പത്തികമായും ആരോഗ്യപരമായും ബന്ധങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. വടക്ക് കിഴക്ക് ദിശയിലെ ടോയ്ലറ്റിന് പരിഹാരങ്ങളിൽ പരിധികളുള്ളതിനാൽ അത് നിർബന്ധമായും ഒഴിവാക്കിയിരിക്കണം. വടക്ക് പടിഞ്ഞാറ് തെക്ക് എന്നിവിടങ്ങളിൽ ടോയ്ലറ്റുകൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. അത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും തരില്ല എന്ന് അനുമാനിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഫ്ലാറ്റിൻ്റെ മധ്യഭാഗമാണ്. മധ്യഭാഗം തുറന്ന നിലയിൽ ആകുന്നതാണ് ശരി. മറ്റൊന്നും ഇവിടെ പാടില്ലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ.
ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ സമതുലിതവും സൗകര്യപ്രദമായ ഒരു ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കും. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.